ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. സാരി ഹോളാണ് കേട്ടോ. എല്ലാം നല്ല മൽമൽ കോട്ടൺ സാരികളാണ്. നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് സുഖമായിട്ട് ഉടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. ഡെയിലി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ കുറേ പേര് നല്ലപോലെ എക്സറൈസ് ചെയ്തിട്ട് കോട്ടൺ സാരികൾ നല്ല ഒരു എന്താ പറയുക നല്ല പാർട്ടി വെയർ ലുക്കിലോട്ടൊക്കെ നമുക്കിത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മളിത് വാങ്ങി വെച്ചാൽ ഒട്ടും നഷ്ടമില്ല കേട്ടോ. എപ്പോഴും നല്ല ഇന്നായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് മൽമൽ സാരീസ് എന്ന് പറയുന്നത്. അതും ഈ ഒരു സീസണിൽ നമുക്ക് നല്ല സുഖയും ഉഷ്ണവും ചൂടും ഒക്കെ ഉള്ള സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജോലിക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളിത് നല്ലപോലെ നല്ല രീതിക്ക് എക്സറൈസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാരീസാണ് നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിൽ കാണിക്കുന്നതിന് മുന്നായിട്ട് ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഡാർക്ക് ഗ്രീൻ സാരിയാണ് കേട്ടോ. എന്ത് ഭംഗി ഇത് കാണാനായിട്ട്. ഒരു കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമാണ്. നല്ല കരിയും പച്ച കളറ്. അതിൻ്റെ കൂടെ ഒരു ബോർഡർ വരുന്നത് നല്ല മെറൂൺ കളറിലാണ്. മെറൂൺ ആൻഡ് വേറൊരു ഭയങ്കര ഗോൾഡൻ കളറൊന്നുമല്ല, ഒരു എന്താ പറയുക മാറ്റായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത്. ബോർഡറിൽ മാറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ഒരു ബോർഡറാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഉടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇതിൽ നല്ല ഒരു എന്താ പറയുക വേറൊരു പച്ചയും അതുപോലെ ഇത് കണ്ടോ ഒരു മെറൂൺ കളറുമാണ് ബോർഡറിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സാരി വന്നിട്ട് ഒരു കാഞ്ചി കോട്ടൺ സാരിയാണ്. മൽമൽ കോട്ടൺ അല്ല, കാഞ്ചി കോട്ടൺ സാരി വിത്ത് ബ്ലൗസ് പീസ് ഉണ്ട് ഇതിൽ നല്ലൊരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ കണ്ടോ വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കുറേ കണ്ടോ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കളർ റേഞ്ചുകളുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തു കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലാവരുടെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഒരു സോളിഡ് കളറാണ്. ഇത് വേറെ പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല, പ്ലെയിൻ ആണ് ബോഡി കംപ്ലീറ്റ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് വെറുതെ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വെറുതെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വലിയൊരു ഫംഗ്ഷണൽ വെയറായിട്ട് യൂസ് ചെയ്യണം. വല്ല മാരേജ് ഫംഗ്ഷൻ അതിനൊക്കെ മുമ്പ് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് എക്സറൈസ് ചെയ്ത് നല്ല ലുക്ക് ഉണ്ടായിരിക്കും കാണാനായിട്ട്. ഇനി അടുത്തൊരു സാരി വന്നിട്ട് എന്താ മൽമൽ സാരിയാണ് കേട്ടോ. ഒരു കോട്ടൺ സാരിയാണ് ഇത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത് ഒരു പാറ്റേൺ കണ്ടോ. നല്ല ഭംഗിയില്ല, നല്ല റെഡ് കളറാണ്, ചില്ലി റെഡ് കളറാണ്. ഇത് കണ്ടോ നല്ല റെഡിൽ ബ്ലാക്ക് ബോർഡർ വരുന്നുണ്ട്. വൈറ്റ് വലിയൊരു മുന്താണിയുടെ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ എന്ത് ഭംഗിയല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു ഭാഗമൊക്കെ കാണിക്കാം. ഈ ഒരു ബോർഡറൊക്കെ കാണാൻ നല്ല നൈസായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഇത് വന്നിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ജയ്പൂരി കോട്ടൺ മൽമൽ സാരിയാണ്. വിത്ത് ബ്ലൗസ് പീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ഉണ്ട്. വേറെ കുറേ പാറ്റേൺസിൽ റെഡ് കളറിലൊക്കെ വരുന്ന വേറെ കുറേ പാറ്റേൺസിലുള്ളതുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്. ബ്ലൗസ് പീസ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്ലൗസ് പീസ് പ്ലെയിൻ അല്ല, അത് കാണിക്കണേ നിങ്ങൾ. ഈ റെഡ് സാരിയിൽ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ്. കണ്ടോ ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ട്രയാങ്കിൾ ഷേപ്പിൽ റെഡിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്ക് പ്രിന്റ്സ് കൊടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു പിങ്ക് കളറാണ് കേട്ടോ. നല്ലൊരു പിങ്ക് കളറിൽ ഉള്ളൊരു കോട്ടൺ സാരി വാങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൽ വൈറ്റ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. ഇത് കണ്ടോ. ഇതൊക്കെ നമ്മൾ നല്ല വൈറ്റ് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓഫ് വൈറ്റ് കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തില്ലെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. പിന്നെ എന്ത് കംഫർട്ടബിൾ ആണെന്ന് അറിയില്ല. നല്ല സുഖമുണ്ട്, പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ സാരികൾ ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ കളറിലുള്ള ബ്ലൗസ് പീസാണ് കേട്ടോ. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. നമ്മൾ കൈയിൻ്റെ അറ്റത്ത് വെക്കാനായിട്ട് വൈറ്റ് കളറുള്ളത്. ഇങ്ങനെ പ്ലെയിൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം സാരി ഫുള്ള് ബ്ലോക്ക് പ്രിന്റ് ആണ്. ഈ ഒരു സാരി വന്നിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഉള്ള സാരീസാണ്. ജയ്പൂരി കോട്ടൺ മൽമൽ സാരീസ് വിത്ത് ബ്ലൗസ് പീസ്. ഇങ്ങനെയാണ് അതിലൊരു കളർ കാണുന്നത്. കണ്ടോ കുറച്ച് ലേറ്റ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയ കളർ. ഇത് കുറച്ച് ഡാർക്കായിട്ട് കാണണേ. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ്. അടുത്തൊരു സാരി വന്നിട്ട്
ഇതിനെക്കുറിച്ച് കുറേ ഒന്നും പറയാൻ കേട്ടോ, ഒക്കെ ഒരേ തരം മെറ്റീരിയൽ, ചെറിയ ചെറിയ കളർ ചേഞ്ചും പിന്നെ പാറ്റേൺ ഈ പ്രിന്റിലുള്ള വ്യത്യാസമൊക്കെ ഉള്ളൂ. ഇതൊരു യെല്ലോ കളറിലുള്ള മൽമൽ കോട്ടൺ സാരിയാണ്. ഇത് കണ്ടോ, യെല്ലോയിൽ ബ്ലാക്ക് വരുന്നുണ്ട്, ഓഫ് വൈറ്റ് വരുന്നുണ്ട്, അങ്ങനത്തെ ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്. എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാരി തന്നെയാണ്. ഇതിൻ്റെ മുന്താണി ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ കണ്ടോ, ഇങ്ങനത്തെയാണ് മുന്താണി വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഒരു പ്ലെയിൻ കളർ തന്നെയാണ്. ഈ ഒരു ഗ്രേ കളറിലാണ് കേട്ടോ വരുന്നത്. ഒരു ആഷ് കളറിലുള്ള ഒരു ബ്ലൗസ് പീസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്, പ്ലെയിൻ കളർ, കാരണം ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് പ്രിന്റ് ആണ്. ഇനി അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഇൻഡിഗോ കളറാണ്, നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ കളറിലുള്ള സാരിയാണ്. ഇത് കണ്ടോ, ഇതാണ് അടുത്തത്. ഏകദേശം ഞാൻ മുന്നേ വാങ്ങിയ സാരി ഇതേ കളർ തന്നെ, സെയിം ഈ കളറാണ്, പക്ഷെ പാറ്റേൺ ഇതല്ല കേട്ടോ, വേറൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ സാരി കണ്ടോ, നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇതിൻ്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഫുൾ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഈ ഒരു പ്രിന്റാണ്. പിന്നെ ഇതിൻ്റെ മുന്താണി ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അതിങ്ങനെ ഇട്ട് തിരിച്ച് മറിച്ച് ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. പിന്നെ ബോഡിയിലോട്ട് ഞാൻ നേരത്തെ കാണിച്ച അതേ പ്രിന്റാണ്. ഇതിൻ്റെ ഈ ബ്ലൗസ് പീസ് കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ്, കണ്ട കുഞ്ഞു കുഞ്ഞു വൈറ്റ് കളറിൽ, ഈ ഇൻഡിഗോ കളറിൽ വൈറ്റ് കളർ പ്രിന്റ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ബ്ലൗസ് പീസ് കാണാനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ കൂടെ നല്ല രസത്തിൽ കൂട്ടാം. ഫുള്ള് ഞാൻ പറഞ്ഞ ബോഡിയിൽ ഈ ഒരു പ്രിന്റാണ് വരുന്നത്. ഇനി ഒരെണ്ണം കൂടി കാണിക്കാനുള്ളൂ. നമ്മുടെ അവസാനത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ കളറിൽ വരുന്ന സാരിയാണ്. ഇതും ഫുൾ ബോഡി ഇങ്ങനെ പ്രിന്റ് വരുന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയലിന് എന്തോ മാറ്റമുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക്. ഇത് മൽമൽ സാരി അല്ല, ഇത് കോട്ടൺ പ്രിന്റഡ് റെഡി ടു വെയർ സാരി വിത്ത് അൺസ്റ്റിച്ചഡ് ബ്ലൗസ് ആണ് കേട്ടോ. റെഡി ടു വെയർ സാരിയാണ്. ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വാങ്ങുന്ന നേരത്ത്. ഇത് റെഡി ടു വെയർ ആണ്, ബ്ലൗസ് പീസ് ഉണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഞാനത് നോക്കിയില്ലല്ലോ, റെഡി ടു വെയർ ആയിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണാവോ? ഓക്കെ, ഇത് റെഡി ടു വെയർ ആണ് കേട്ടോ. അത് പ്ലീറ്റ്സ് ഒക്കെ അവർ ഓൾറെഡി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണണ്ട, ദേ പ്ലീറ്റ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിന് അവിടെ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട, കൊടുത്താനായിട്ടുള്ള ഹുക്ക്, ഈ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഈ ഒരു ബെൽറ്റ് വന്നിട്ട് അതായത് നമുക്ക് ഹുക്ക് കണ്ടോ, ഹുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ക്ലോഷർ, നമ്മുടെ ക്ലോത്ത് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഹുക്ക് ക്ലോഷർ ഉണ്ട്. ഹുക്ക് കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ അത് വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് കോട്ടൺ സാരി അനയിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ എനിക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് എന്താ പറയുക, റെഡി ടു വെയർ ആണെന്ന്. ഇപ്പം വായിച്ചപ്പോഴാണ് കണ്ടത്. ഇതിന് ഭംഗി, ആ ഉടുത്തിട്ടുള്ള ആ ഒരു പെണ്ണിങ്ങനെ ഉടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇത് കാട്ടിലിട്ട് വെച്ച് വാങ്ങിയതാണ് കേട്ടോ. രസമുണ്ട് കാണാനായിട്ട്. ഇത് മൽമലല്ല, അതുകൊണ്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ മൽമൽ സാരീസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. നല്ല സുഖമുണ്ട് അത്. ഇത് അങ്ങനെ സോഫ്റ്റ്നെസ് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനത്തെ കുഞ്ഞു പ്രിന്റ് വരുന്ന ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ് ബ്ലൗസ് പീസ്. സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് പീസ്. ഈ ഒരു സംഭവമാണ് ബ്ലൗസ് പീസ് വരുന്നത്. പിന്നെ ഫുൾ ബോഡി ഈ ഒരു പ്രിന്റ് തന്നെയാണ്. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. എല്ലാത്തിൻ്റെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടാറ്റാ, ബൈ ബൈ.